അന്ന് എന്തിനാണ് കളത്തിൽ നിന്ന് കടന്നു കളഞ്ഞത്? അങ്ങനെ തോന്നി. ഓഹോ, ഞങ്ങൾ കണ്ടുപിടിച്ചില്ലെന്ന് കരുതി കാണും. അങ്ങനെ കരുതിയില്ല. കരുതിയാലും ഞങ്ങൾക്കൊന്നും വരാനില്ല. ആ, പേര്? എന്റെ പേര് നമ്പി. ഇത് ചങ്ങാതി കണ്ണൻ. അത് ഞങ്ങളുടെ സേവകൻ തിരുവടി. ഇത് ഞങ്ങളുടെ കുതിര. പേര് അടിമാലി. ശരിക്ക് കാണിക്കടാ. എവിടുന്ന് വരുന്നു? നാട്ടിൽ നിന്ന് കാളികാവിൽ വ്രതത്തിനെത്തി. ഊട്ടുപുരയിൽ കഴിഞ്ഞു. ഇവിടെ പിന്നെ അവരങ്കോട്ട കണ്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ? പുരളാതിരി നാട്ടിലെ രാജവംശത്തിലെ ഇളയ രാജാവ് ഞാൻ. പാലൂരിന്ന് പെണ്ണെടുത്തു. തമ്പുരാട്ടിയുടെ പേര് കന്നിയെന്ന്. ഈ സേവകനെ കൂടെ കൊണ്ടുവന്നു. സേവകൻ ഇതല്ല, മോൻ. സേവകനാണെങ്കിലും രായിന് വന്ന് വിളിച്ചു. പൊന്നാപുരം കോട്ടയെപ്പറ്റി കേട്ടറിഞ്ഞു. എന്നാൽ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കൂട്ടിനാളായി. വിരോധമില്ലെങ്കിൽ ഈ കൂടാരത്തിൽ ഒന്നിച്ചു കൂടാ. ഞങ്ങൾക്കൊരു ശപഥമുണ്ട്. എന്താണാവോ? ഇവളുടെ അച്ഛനെ ചതിച്ചു കൊന്ന കറുവഞ്ചേരി കുറുപ്പിന്റെ 2 ആൺമക്കളോടും എനിക്ക് പകരം വീട്ടണം. അവരുടെ പേര്? കണാരനെന്നും കമ്മുവെന്നും കേട്ടിട്ടുണ്ട്. കണ്ടാൽ 2ന്റെയും തലയെരിഞ്ഞ് ഞങ്ങൾ താഴെയിടും. ഏതായാലും ഇപ്പൊ നമുക്ക് ഒരുമിച്ച് കോട്ടയിലേക്ക് പോവാം. തലയറിയുന്നൊക്കെ പിന്നീടാവാം. പുന്നാപുരം വടക്ക് കൊച്ചുമ്മ. ഇതിനുള്ള സംശയമില്ല. 17 വീടിന്റെ വാതിലും നമ്മൾ മുട്ടി. അടി, ഇടി, തുപ്പ, ചവിട്ട് ഇതെല്ലാം നമുക്ക് കിട്ടി. ഈ വാതിലും നമുക്ക് മുട്ടണം. 18 കാണിച്ചും അടങ്ങൾ 18 തിരുവടികൾ ഒന്ന് മുട്ടി വിളിച്ച്. ഓഹോ, 18 അടവാണല്ലോ കണിശം. ഏതായാലും ഒന്ന് മുട്ടി വിളിച്ച് തിരുവടികൾ. അല്ലേ കാര്യം ചെയ്യാം. ഏതായാലും ഒന്ന് മുട്ടി വെച്ച് മുട്ടണം. മുട്ടണം എന്നാ രജു മുട്ട. ആരാത്? എന്ത് വേണം? എന്ത് വേണമെന്ന്? അന്ന് കളത്തിൽ വെച്ച് 2 ആളല്ലേ? അതെ, രജു തേടിയെത്തി. ഇവിടെ ഇരിക്കാമോ? എത്രയുണ്ട് കയ്യിൽ? 10 ഉണ്ട്. ചേച്ചിക്ക് എന്ത് കൊണ്ടുവന്നു? എന്നെ പോലെ ആരാ? പോയോ? ആരാ? ഒരുവൻ ഇങ്ങോട്ട് കേറി വരുന്നത് കണ്ടല്ലോ. ഒന്ന് ചുമ്മാ ഇരി. എന്നാലും കടന്നു കാണും. എന്നെ അറിയോ? ഓഹോ, തിരുവടി. അയ്യോ, ചതിക്കല്ലേ? അയ്യോ,
നിങ്ങൾക്കിത് വല്ലതും അറിയണോ? എന്തുണ്ടായി? എന്നെ തനിയെ ഇട്ടിട്ട് രാവും പകലും കോട്ടവാതുക്കൾ കഴിയാൻ നിങ്ങൾക്ക് തോന്നുന്നല്ലോ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നീ കാര്യം പറയണ്ട കൊച്ചുമ്മേ. നിങ്ങൾ ആണായി പിറന്നല്ലോ. ഞാൻ ആണായത് നിന്റെ മഹാഭാഗ്യം. എനിക്ക് 2 മാസം. ക്ഷീണവും പരവശവും സഹിക്കാൻ വയ്യ. താലി കെട്ടാതെ അമ്മയായാൽ നാട്ടാരെന്നെ പടിയെടുത്ത് ഒരുപ്പരെ കിടത്തും. നിനക്കൊന്നും വരില്ല കൊച്ചുമ്മേ, എനിക്കറിയാം. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് മോളിലൊരുത്തൻ ഇരിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഒറ്റയ്ക്കാവില്ല തീറ്റാനും പേറ്റലും നടത്താനും. ആ പായ്ക്കാത്തൊരുത്തനുണ്ട്, അവൻ വഹിക്കട്ടെ പാവി ചെലവൻ. കോട്ടയ്ക്കകത്ത് പോകണം. കോട്ടയ്ക്കകത്ത് പോകണമെങ്കിൽ 600 വരാഹം കെട്ടി വെക്കണം. തിരുവടി ഇതാ കെട്ടി വെച്ച 600 വരാഹം. ഇനി പോകാം. പോകാം. ഞങ്ങൾ അകത്ത് പോവുകയാണ്. ഉപദ്രവിക്കരുത്. വേണ്ട രീതിയിൽ കണ്ടോളാം. പോടാ പോ. ഈ വാളെടുത്തോട്ടോ. ഇതാണോ 1ാമത്തെ ആറ്? അതെ. എന്താ അമ്പലത്തിന് തയ്യാറാണോ? തയ്യാർ. 1ാം ആറ് പറഞ്ഞോളെ. 12 ആള് വന്നിരിക്കണേ. രാജകുമാരൻ മുമ്പേ പോയി. അതാ ആ കറങ്ങുന്ന ചക്രത്തിന് അപ്പുറത്തിരിക്കുന്ന കിളിയുടെ കണ്ണിൽ അമ്പെത്തുന്നവർക്ക് നിങ്ങൾ കെട്ടിവെക്കുന്ന പണത്തിന് 2 ഇരട്ടി ലഭിക്കും. നിങ്ങൾക്ക് 3 വട്ടം ശ്രമിക്കാം. 3 പ്രാവശ്യവും ശ്രമിച്ചിട്ട് കൊണ്ടില്ലെങ്കിലോ കൊടുത്ത 2000 പണവും പോവും, നിങ്ങളുടെ തലയും പോവും. അയ്യോ, അപ്പൊ ഇതൊരു നീതികേടാണല്ലോ. 2000-ന്റെ 2 ഇരട്ടി പണവും നിന്റെ മത്തങ്ങാ പോലത്തെ തലയും ഇങ്ങെടുക്കാമോ? ഇത് കൊണ്ടാൽ നമുക്കൊരു കൈ നോക്കാൻ കന്നി. ഞാൻ ഏറ്റു. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് എഴുതി കൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല. പണ്ടൊരിക്കൽ മാണിക്കോത്ത് ചന്തു ഈ കോട്ടയിലെത്തി. ഈ കിളിയെ അമ്പെയ്തു. പക്ഷേ അങ്ങനെ ചന്തു മരിച്ചതിന് ശേഷം ആരും ഇന്നോളം ഈ അറയിൽ കടന്നിട്ടില്ല. എങ്കിൽ ഞാൻ തന്നെ നോക്കിക്കളയാം. 2000 പണം. കെട്ടിയിരിക്കുന്നു. 1000 പൊൻപണം കെട്ടിവെച്ച് ഒരു കയ്യാങ്കളിക്ക് തയ്യാറുണ്ടോ? കെട്ടിവെക്കുന്നതിന് 4 ഇരട്ടി ജയിക്കുന്ന ആളിന് കിട്ടും. കൈരുവിന് ഒരു കൈ നോക്കരുതോ? നോക്കാമായിരുന്നു. വാള് തരട്ടെ. കൈ മതി. വല്ലവന് പുല്ലുമായി. ഇന്നത്തെ ശകുനം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. തിരുവടി എന്ത് പറയുന്നു?
എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എന്റെ മേലെല്ലാം വേദന എടുക്കുന്നു. 2000 പണം കെട്ടിവെക്കും, ഞാൻ തയ്യാർ. പരീക്ഷിക്കുകയാണോ? ചതിച്ചു.